എന്നിട്ട് അവർ നേരെ അമ്മയുടെ അടുത്തേക്ക് പോകും. അങ്ങനെ അവരെല്ലാവരും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റെബേക്ക ആ ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. നിനക്കതൊക്കെ എവിടുന്ന് കിട്ടി? എൻ്റെ റൂമിൽ കയറാൻ നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് അമ്മ ദേഷ്യപ്പെടും. അപ്പോൾ റെബേക്ക പറയും, അമ്മേ, ഡയാന മരിച്ചു, അമ്മ കാണുന്നത് റിയൽ അല്ല. അപ്പോൾ അമ്മ പറയും, അതൊക്കെ റിയൽ തന്നെയാണ്, അവൾ മരിച്ചിട്ടൊന്നുമില്ല, അവളെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് അമ്മ റൂമിലേക്ക് പോകും. അങ്ങനെ ആ രാത്രി അതേ വീട്ടിൽ തന്നെ തങ്ങാൻ എല്ലാവരും തീരുമാനിക്കും. ഒരു സേഫ്റ്റിക്ക് വേണ്ടി റെബേക്കയും കാമുകനും മാർട്ടിനും കൂടി വീട് നിറയെ ബൾബുകളും മെഴുകുതിരികളും ഒക്കെ സെറ്റപ്പാക്കി വെക്കും. എന്നിട്ട് റെബേക്ക അമ്മയോട് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി അമ്മയുടെയിലേക്ക് റൂമിലേക്ക് പോകും. അപ്പോൾ പെട്ടെന്ന് അമ്മ നിസ്സഹായാവസ്ഥയോട് കൂടിയിട്ട് അവളുടെ കയ്യിലൊരു കടലാസ് കൊടുക്കും. ആ കടലാസിൽ ഐ നീഡ് ഹെൽപ്പ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ രാത്രി എല്ലാവരും പതുക്കെ ഉറങ്ങും. പെട്ടെന്നാണ് വീട്ടിലെ കറണ്ട് മുഴുവൻ പോകും. റെബേക്ക വേഗം എഴുന്നേറ്റ് മെയിൻ സ്വിച്ച് ഓണാക്കുന്നതിന് വേണ്ടി വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോകും. അവളുടെ കാമുകനാവട്ടെ ഈ വീടിൻ്റെ മെയിൻ സ്വിച്ച് തപ്പി വീടിന് പുറത്തേക്കും പോകും. മാർട്ടിൻ എഴുന്നേറ്റ് ഇവരാരെയും കാണാതെ പേടിച്ച് മെഴുകുതിരിയെടുത്ത് ഇവരെ തപ്പുമ്പോഴുണ്ട് പെട്ടെന്ന് ഡയാന വന്ന് മാർട്ടിനെ ആക്രമിക്കും. മാർട്ടിൻ വേഗം മെഴുകുതിരി കാണിച്ച് അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് റെബേക്കയുടെ അടുത്ത് പോകും. പെട്ടെന്ന് തന്നെ ആ ബേസ്മെൻറ്റിൻ്റെ വാതിലടയും. അവർക്ക് മനസ്സിലാവും അതൊരു ട്രാപ്പായിരുന്നെന്ന്.